പുതിയകാവ് ഭഗവതിയുടെയും താമരക്കുളം മഹാഗണപതിയുടെയും തിടമ്പുകളേറ്റി 22 ഗജവീരന്മാരാണ് മുഖാമുഖം അണിനിരുന്നത്. ചെറുപൂരങ്ങൾക്ക് അകമ്പടിയായെത്തിയ ആനകൾ വേറെയും. രാവിലെ മുതൽ പൂരം എഴുന്നള്ളത്ത് ആരംഭിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുരൂപങ്ങൾ വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരോടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. ആനനീരാട്ടായിരുന്നു പൂരത്തിന് മുന്നോടിയായുള്ള ആകർഷകമായ കാഴ്ച. ചെറുപൂരങ്ങളിൽ അകമ്പടിയായെത്തിയ ഗജവീരന്മാർക്കെല്ലാം നീരാടാനുള്ള സൗകര്യം ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ സജ്ജീകരിച്ചിരുന്നു. തുടർന്ന് ആനയൂട്ടും നടന്നു. വൈകിട്ട് താമരക്കുളം മഹാഗണപതിയുടെ എഴുന്നള്ളത്തും പുതിയകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും ക്ഷേത്ര സന്നിധികളിൽ നിന്ന് പുറപ്പെട്ടു. 2 എഴുന്നള്ളത്തുകളിലും 11 വീതം ഗജവീരന്മാരാണ് അണിനിരുന്നത്. ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ തിടമ്പേറ്റിയത്. പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി. ചിരക്കര ശ്രീരാമനാണ് താമരക്കുളം ഗണപതിയുടെ തിടമ്പേറ്റിയത്. ആചാരങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പൂർത്തിയായതോടെ രാത്രി 7ഓടെ എഴുന്നള്ളത്തുകൾ ആശ്രാമത്തെ പൂരമൈതാനിയിൽ അണിനിരുന്നു. അതിനു മുമ്പേ വൻ ജനാവലി പൂരക്കാഴ്ചയ്ക്ക് മൈതാനത്തെത്തിയിരുന്നു. മന്ത്രി KN ബാലഗോപാൽ കുടമാറ്റം ഉദ്ഘാടനം ചെയ്തു. പൊതുവിടം എന്ന നിലയിൽ ഈ പൂരത്തിനെ മാറ്റി തീർക്കാൻ കൊല്ലത്തെ ജനാവലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വിപുലമായ മൈതാനമാണ് നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനം. ഇത്രയും വലിയ മൈതാനം വേറെ ഇല്ല. ആ മൈതാനം നിറഞ്ഞു കഴിഞ്ഞ് ആപാലവൃദ്ധം ജനങ്ങൾ ജാതി മതത്തിൻ്റെ ഒന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരാൻ പറ്റുന്ന സാംസ്കാരിക തനിമയുള്ള മഹാപാരമ്പര്യമുള്ള സ്ഥലമാണ് ഈ കൊല്ലം എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഈ വർഷത്തെ കൊല്ലം പൂരത്തിന് എല്ലാ ആശംസകളും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കുടമാറ്റം. മുത്തുകുടകളും വർണ്ണക്കുടകളും മാറി മാറി ഉയർന്നു. ഇരുവിഭാഗങ്ങളും മേളത്തിനൊത്ത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ ഉയർത്തി കാണികളെ ആവേശം കൊള്ളിച്ചു. വ്യത്യസ്ത നിറങ്ങളിലുള്ള കുടകൾക്കിടയിലെ രൂപങ്ങൾ പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ നവ്യാനുഭവം പകർന്നു. കൊടിമരങ്ങൾ, എടുപ്പുകുതിര, കാള, ജഗന്നാഥപുരി കുടകൾ, പൂക്കുടകൾ, അലങ്കാരക്കുടകൾ, ഉണ്ണിക്കണ്ണന്മാർ, ശിവപാർവതി, ശിവലിംഗം, മഹാവിഷ്ണു, ഊഞ്ഞാലാട്ടം, മയിൽ, കാളിയമർദ്ദനം, തിരുപ്പതി കിരീടം, ഭരതനാട്യം, കൽവിളക്ക്, ആറന്മുള കണ്ണാടി, ചന്ദ്രയാൻ തുടങ്ങി ഇരുവിഭാഗത്തു നിന്നും ഓരോന്നായി ഉയർന്നത് പൂരപ്പൊലിമ തീർത്തു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ മുകളിൽ വെഞ്ചാമരവും ആലവട്ടവും വീശുന്ന കാഴ്ച കാണികൾക്ക് ഹരമായി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി M മുകേഷ്, NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ G എന്നിവർ പൂരനഗരിയിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.